ഹലോ ഗൈസ്. അപ്പോൾ ഇന്നലത്തെ എല്ലാ ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇന്ന് തക്കട തരികടിയായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാബേജ് തോരനും ഒരു തട്ടിക്കൂട്ട് സാമ്പാർ കറിയും വെക്കാമെന്ന് വിചാരിച്ചു, പരിപ്പ് കറി. അപ്പോൾ മാളു കാലത്ത് തന്നെ ക്യാബേജിൽ അങ്ങോട്ട് പിടിച്ച് നിന്നു. പിന്നെ ഞങ്ങളുടെ മിറ്റൊക്കെ സബിതയ്ക്ക് പണിയാക്കി അവിടെ കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെയും ഒരുപാട് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ അബുവിനാണ് ഇന്ന് പണി കിട്ടിയത് കേട്ടോ. അതിൻ്റെ വഴിമേലെ പറഞ്ഞു വരാം. പിന്നെ അതേ പൂച്ചക്കുട്ടികളും നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. അവർക്കും ഇന്നലെ വയറ് ഫുൾ ടാങ്ക് ആയിരുന്നു, ഇറച്ചിയും മീനും ഇതൊക്കെ ആയിട്ട് കേട്ടാ. ഈ ചെരുപ്പ് ഒരേപോലെ മേടിച്ച കാരണം കൊണ്ട് എന്നും ചേട്ടനും തല്ലാണ്. ഇന്നിപ്പോൾ മൊയ്തീൻ പോണില്ല, എനിട്ടിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഉരുളൻകിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇതേ മസാല ബോക്സ്, മാജിക് ബോക്സിൽ ഞങ്ങൾ മസാല ഐറ്റംസ് ഒക്കെ എടുത്ത് ഇടാണ്. എന്നധികം പണികളൊന്നും ഇല്ല. മാളിൻ്റെ ക്യാബേജ് സെറ്റ് ചെയ്ത് നമ്മുടെ ഗിരിരാഘവൻ എനിക്ക് വന്നിട്ടുണ്ട്. തട്ടിക്കൂട്ട് സാമ്പാറും ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അബൂനെ ഗിരിരാഘവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ക്ലോക്ക് ചത്തിരിക്കുകയാണ്, അതിന് ശരിയാക്കി ഞാൻ തന്നെ കയറണം. ഓവൻ അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മട്ടൻ കറി നമുക്ക് പണി തന്നു, അതിലേക്കൊന്ന് ചെരിഞ്ഞു വീണു. പിന്നെ ഒരുമിച്ചല്ലേ കഴിക്കണത്. ആദ്യം ഒന്നറിയാത്ത പോലെ നമ്മുടെ അബുവിന് പണി കൊടുത്തിട്ട് സുഖമായിട്ട് മട്ടൻ കറി കൂട്ടി അങ്ങോട്ട് തിന്നു. നമ്മുടെ അബു കുളിക്കാൻ പോയപ്പോൾ മട്ടൻ കറി കണ്ട് കൊതിച്ച് തുള്ളി പോയതാണ് കേട്ടാ. അനു ആദ്യമ പണി തന്നു കേട്ടാ. ആനക്കുട്ടൻ മട്ടൻ കറി കൂട്ടി പത്തിരി തിന്നാന്ന് പറഞ്ഞ് ഓടി വന്നിരുന്നതാ അല്ലേ. ആദ്യമേ ആയതുകൊണ്ട് പിന്നെ നമ്മുടെ അനുക്കുട്ടൻ സൈലന്റ് ആയി മാളും. ആ പാപ്പു ആണെങ്കിൽ ഇവിടെ എന്നിട്ട് പറയാ രാമരാവണ യുദ്ധം നടന്നേനെ അല്ലേ. ആ ഇത് മസ്റ്റാണ്. അച്ചാറ് ചോദിച്ചില്ല, അച്ചാറ് വേണ്ട. അപ്പോ മട്ടൻ കറിയുടെ അടിപൊടി മതി. നല്ല ഉരുളൻകിഴങ്ങ് കറിയാടാ, അതും വേണ്ട. ആ അപ്പൊ അത് വേണ്ട, അത് നീ കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ.